Hi dear friends, welcome to Kerala MechTech. ഇപ്പോൾ തൃശ്ശൂരാണുള്ളത്, അളിച്ചാറിൻ്റെ വീട്ടിലാണ്. പുള്ളിക്കാരൻ്റെ വാഗണറിന് എന്തോ ഒരു കടുകട ശബ്ദം ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വാഗണറിലേക്ക് വന്നതിനേക്കാൾ മുന്നേ ഞാൻ പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ അളിയച്ചാർ, നമ്മുടെ പുതിയ മെക്കാനിക്ക്, നമ്മുടെ കൂടെയുള്ള പുതിയ ടെക്നീഷ്യനാണ്. പുള്ളിക്കാരന് സംസാരശേഷിയില്ല, സ്പെഷ്യലി ഏബിൾഡ് ആണ്. അത്യാവശ്യം ലിപ്പ് മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യും, ചെറിയ വേർഡ്സൊക്കെ സംസാരിക്കും, ബാക്കിയൊക്കെ എല്ലാം സൈൻ ലാംഗ്വേജാണ്. എന്നാൽ വണ്ടി ശരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ വാഗണറിന് എന്തൊക്കെ ഒച്ചപ്പാടും ബഹളമുണ്ടെന്ന് പറഞ്ഞു. വാഗണറിൻ്റെ ലോറാമിൻ്റെ ബുഷൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരൻ എല്ലാ പണിക്കും കൂടിക്കോളും, നല്ല ടെക്നിക്കൽ മൈൻഡുണ്ട്. അപ്പം എന്തായാലും അഴിച്ചു. ബ്രേക്കും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്കും കഴിയാറായിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക്, ഫ്രണ്ട് ഷോക്ക് ഒബ്സർവർ ലീക്കുണ്ട്. അതേപോലെ ഫ്രണ്ട് റൈറ്റ് സൈഡിലത്തെയും രണ്ട് സൈഡും പോയിട്ടുണ്ട്. റൈറ്റ് സൈഡിലത്തെയും ലോറാമിൻ്റെ ബുഷൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വാഗണർ കെ സീരീസിനൊരു പ്രശ്നമുണ്ട്. നമുക്ക് ബുഷ് പോയിട്ടുണ്ടെങ്കിൽ ബുഷ് മാറാം, പക്ഷേ ബോൾ ജോയിൻ്റ് അടക്കം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോൾ ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഫുള്ള് സെറ്റ് ലോറാം തന്നെ മാറേണ്ടി വരും. ഇതിൻ്റെ കേസിൽ പുള്ളിക്കാരൻ്റെ ബോൾ ജോയിൻറ്റും പോയി തുടങ്ങിയിട്ടുണ്ട്, ബൂട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയ പാർട്സുകൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പാർട്സ് നമ്മൾ 1 by 1 റീപ്ലേസ് ചെയ്യാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് കാണാം. വീഡിയോ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. വാഗണർ കെ സീരീസ് ഉപയോഗിക്കുന്നവർക്ക് സസ്പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കേടുപാടുകൾ വന്നേക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തേക്കുന്നതാണ്. പിന്നെ ലോറാമിൻ്റെ ബുഷ് ഇതാണ്ട് ഇപ്പം ഊരിയെടുത്ത് കഴിഞ്ഞ് ഇത്രയും പ്ലേ ഉണ്ട്. കണ്ട വണ്ടി ഓടുമ്പോൾ ഭയങ്കര കടകടാന്നിങ്ങനെ കിടന്നടിക്കും. സസ്പെൻഷനും മോശമായിട്ടുണ്ട്. ഏതായാലും 10-11 കൊല്ലത്തോളം പഴക്കമായി. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ടും ബാക്കും സസ്പെൻഷനും അതിൻ്റെ ബുഷുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിനകത്ത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ പുതിയ ലോറാം കാണാം. പുതിയ ലോറാമിൻ്റെ ബുഷ്, ബാക്കിലത്തെ ബുഷ്, അതേപോലെ ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് നമുക്ക് കാണാം. ഈ ക്യാപ്പ് ഊരി കഴിയുമ്പോൾ നമുക്ക് ബോൾ ജോയിൻറ്റ് കാണാം. പഴയതിൻ്റെ ഫുള്ള് കട്ടായി പോയിരുന്നു ഈ ഭാഗത്തുനിന്ന്. ഇത് ഉണ്ടാകും കറക്റ്റ് പുതിയതായിട്ട് വരുമ്പോൾ ഇങ്ങനെ തന്നെ. അതേപോലെ ഫ്രണ്ട് സൈഡ് ബുഷ് കണ്ട, പഴയതിന് അത് അവിടെയും ഒരു പ്ലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഴിച്ചതേ പൊസിഷനിൽ തിരിച്ച് ഫിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പം പ്രത്യേകിച്ച് ഇതിന് വേറെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരത്തില്ല. അലൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഇപ്പം അളിയച്ചാരാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇത് താല്പര്യമുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ നമ്മുടെ അസിസ്റ്റൻ്റായിട്ട് അങ്ങ് നിന്നേക്കോ. അപ്പം പുള്ളിക്കാരനെല്ലാം ചെയ്തോളും. അത്യാവശ്യം ഒരു ടെക്നിക്കൽ മൈൻഡും ടൂൾസൊക്കെ ഉള്ള ആൾക്കാർക്ക് വീട്ടിലാണെങ്കിലും ചെയ്യാൻ സാധിച്ചേക്കും. കാരണം ഇതൊരു ലൈറ്റ് വെയ്റ്റ് വെഹിക്കിളായതുകൊണ്ട് ഒത്തിരി വലിയ ഹെവി കമ്പോണൻസ് അല്ല. അതുമാത്രമല്ല ഊരാൻ ഇച്ചിരി എളുപ്പമുണ്ട് ഇതിന്. അപ്പം അല്ലാത്തവർ ട്രൈ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പരിചയമില്ലാത്തവർ ചെയ്ത് വേറെ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും. പിന്നെ ഇതിപ്പം ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. വാഗണർ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. സസ്പെൻഷൻ സംബന്ധമായ കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പാർട്സുകളുണ്ട്, എന്തൊക്കെ അതിനകത്ത് ഡാമേജ് വരാം, എന്തൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കുന്നുള്ളൊരു ഐഡിയ കിട്ടും. പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. അളിച്ചാർ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തിരിച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെ സീരീസ് വാഗണറിന് സ്റ്റെബിലൈസർ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റെബിലൈസർ ലിങ്ക്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. അപ്പം അത്രയും പണി കുറഞ്ഞ് കിട്ടിയെന്ന് വേണേൽ പറയാം. അതെല്ലാതെ തന്നെ മാനേജ് ചെയ്യുന്ന രീതിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന സ്റ്റിയറിംഗ് ബോൾ ജോയിനും കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ അഴിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നതല്ല. എന്തെങ്കിലും അതിനും വല്ല പ്ലേയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ മാറാൻ എളുപ്പമുണ്ട്. നമ്മൾ വൺ സൈഡ് ഈ പരിപാടി തീർത്തു. ആ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ഷോക്ക് അബ്സോർവറും കൂടിയും നമ്മൾ പുതുതായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് മാത്രമേ ഉള്ളൂ പഴയത്. ഷോക്ക് അബ്സോർവറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ സെർച്ച് ചെയ്താൽ അതിനകത്ത് കിട്ടും. ഇനി നമ്മളിതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് അബ്സോർവറാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിലത്തെ ഷോക്ക് അബ്സോർവറിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഇതുപോലെ ടെലിസ്കോപ്പിക് ഷോക്ക് അബ്സോർവറാണ് വരുന്നത്. അതുപോലെ ഒരു വീൽ അഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അളിയച്ചാരെ കൊണ്ട് തന്നെയാണിപ്പം അഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയച്ചാരെ കിടന്ന് മുക്കറിയിടുന്നുണ്ട് വലിക്കാനായിട്ട്. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്. പിന്നെ പഴക്കം നിന്ന വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ തുരുമ്പൊക്കെ കാണും നട്ടിലും ബോട്ടിലൊക്കെ. അങ്ങനെ പുതിയ ഷോക്ക് അബ്സോർവർ, ബാക്കിലത്തെ പുതിയ ഷോക്ക് അബ്സോർവർ നമ്മളെടുത്തു. ഷോക്ക് അബ്സോർവർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു ടെമ്പർ കണ്ടോ, പുതിയ ഷോക്ക് അബ്സോർവറിൻ്റെ ടെമ്പർ. അത് പഴയത് വെച്ച് കമ്പയർ ചെയ്ത് കാണിക്കാം. നമുക്ക് പഴയതിൽ തീരെ ടെമ്പറില്ല. അപ്പം നല്ല അത്യാവശ്യം ബാക്കിൽ ലോഡൊക്കെ വരുമ്പോൾ ബാക്ക് ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കും. ഒരു ചെറിയ ഹമ്പി അടിയാൽ പോലും നമുക്കൊരു കംഫർട്ട് ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് വണ്ടി കിടന്ന് അടിക്കും. ഈ ഒരു ടെൻഷൻ, ഈ ഒരു ടെമ്പർ ഇതിനുണ്ടാവണം. അതില്ല. അതുപോലെ ബാക്കിലത്തെ ഷോക്ക് അബ്സോർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ വണ്ടി ഹമ്പൊക്കെ ചടിക്കുമ്പോൾ തെന്നി മാറുന്ന ഒരു ടെൻഡൻസി കാണിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒലയാൻ തുടങ്ങും. അതൊക്കെ അങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിലത്തെ ഷോക്ക് അബ്സോർവർ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഷോക്ക് അബ്സോർവർ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ റബ്ബറാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബാക്കിലത്തെ ഷോക്ക് അബ്സോർവർ മാറുന്ന സമയത്ത്
ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇത് മാറുക. ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ റബ്ബർ പാർട്ടാണ്, അപ്പം ഇങ്ങനെ ദ്രവിച്ച് അടന്ന് വിട്ടുപോരും. അപ്പോൾ അതും കൂടി മാറുന്നത് നല്ലതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷൻ ഇതിൻ്റെ ബംപ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഹെവി ബമ്പൊക്കെ ചാടുവാണെങ്കിൽ ഈ സ്പ്രിങ് ഫുള്ള് കംപ്രസ് ആകുമ്പോഴത്തേക്ക് താഴെ വന്ന് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബംപ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കൊടുത്തേക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്, നോക്കണം. ഈച്ച് ആൻഡ് എവറി പാർട്ടിന് അതിൻ്റേതായിട്ടുള്ള റോളുകളുണ്ട്. അങ്ങനെ ഫ്രണ്ടിലത്തെ 2 സൈഡും ബാക്കിലത്തെ 2 സൈഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നാണ് വീഡിയോയിൽ കാണിച്ചേക്കുന്നത്, ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫിക്സിംഗ് എല്ലാം തീർത്തിൻ്റെ ഓയിലും കൂടി മാറാനുണ്ട്. ഓയിലിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കെ സീരീസ് എഞ്ചിൻ ഉപയോഗിച്ച് വരുന്ന വാഗണറാണ്. മാരുതിയുടെ ഏതൊരു വണ്ടിയും കെ സീരീസ് ഉപയോഗിച്ച് വരുന്ന ഏതൊരു വണ്ടിയാണെങ്കിൽ അതിൽ 5W30 ഗ്രേഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. മറ്റുള്ള ഓൾഡ് സ്കൂൾ എഞ്ചിൻസിനാണ് 20W40 ആക്ച്വലി മാരുതി റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടും മാറ്റമുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കാനുണ്ട് വാഗണറിന് വേണ്ടിയിട്ട്, ഓൾട്ടോയ്ക്ക് വേണ്ടിയിട്ട് പല ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഡൗട്ട് ഇവിടെ ക്ലിയർ ആവുകയാണ്. നോർമൽ എഞ്ചിനാണെങ്കിൽ 20W40 യൂസ് ചെയ്യാം, കെ സീരീസ് എഞ്ചിനാണെങ്കിൽ 5W30 യൂസ് ചെയ്യണം കേട്ടോ. 5W30 ഉപയോഗിച്ചാലേ കെ സീരീസ് എഞ്ചിൻ പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പ്രേക്ഷകർ ഇതേ ഡൗട്ട് ഓൾട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഓൾട്ടോ കെ സീരീസ് എഞ്ചിനുള്ള ഓൾട്ടോ ആണെങ്കിൽ ഈ ഓയിൽ 5W30 ഓയിൽ തന്നെ യൂസ് ചെയ്യാം. നോർമൽ എഞ്ചിനാണെങ്കിൽ 20W40 എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. VVTi ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന വണ്ടികൾക്ക് എപ്പോഴും നോർമൽ ഓയിലിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ഈ ഒരു 5W30 ഗ്രേഡ് ആയിരിക്കും ബെറ്റർ. കാസ്ട്രോൾ തന്നെ വേണമെന്നില്ല, അപ്പം ആൽബലൈൻ ആണെങ്കിൽ കുഴപ്പമില്ല, സർവോ ആണെങ്കിൽ കുഴപ്പമില്ല. മെയിൻലി ഈ ഗ്രേഡും അതിൻ്റെ API സ്റ്റാൻഡേർഡുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.